ആ വിയോഗങ്ങളിൽ പടർന്നു വൃദ്ധങ്ങളായി നിന്ന മാവിൻ്റെയും പ്ലാവിൻ്റെയും പുള്ളിവേലിൽ എല്ലാം സ്വച്ഛവും ശുദ്ധവുമായി. ആകാശത്തിൻ്റെ അകലങ്ങളിൽ കാലവർഷം നിറഞ്ഞു നിന്നു. അതിൻ്റെ ഗാഢമായ നിറപ്പകർച്ചകളും പേറിക്കൊണ്ട് ചുവട്ടിൽ തൂതപ്പുഴ ഒഴുകിക്കടന്നു. തറവാട്ടിൻ്റെ പുറത്തറത്തിൽ ഏതോ കഴിഞ്ഞ കാലത്തെ തച്ചന്മാർ പുരാണകഥകൾ കൊത്തിവെച്ച വലിയ തേക്കിൻ തൂണിൽ ഒറ്റയ്ക്ക് ചാരിയിരുന്നു കൊണ്ട് കുഞ്ഞുണ്ണി ഉൾക്കാതറിഞ്ഞു. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹേ തേജസ്വീനാം വധീതമസ്തു മാം വിദ്യുഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഒ വി വിജയൻ എന്ന മഹാപ്രതിഭയുടെ ഗുരുസാഗരത്തിലെ വരികളാണിവ. ഓരോ ദിവസവും ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിപ്രഭാവങ്ങളും വ്യത്യസ്ത ചിന്താഗതികളെയും വ്യത്യസ്ത ജീവിത രീതികളെയും പരിചയപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓരോരുത്തരുമായുള്ള പരിചയപ്പെടലിൻ്റെ സൂക്ഷ്മതലങ്ങളിൽ എവിടെയൊക്കെയോ ഓരോരുത്തരിലും പരിണാമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഗുരു എന്ന സങ്കല്പം ഈ പ്രപഞ്ചം മുഴുവനും അന്തർലീനമായിരിക്കുന്ന ഒരു സങ്കല്പമാണ്. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, വിദ്യാഭ്യാസത്തിൻ്റെ വകതിരിവുകളില്ലാതെ ഓരോ മനുഷ്യരിലും എന്തെങ്കിലും പുറത്തേക്ക് പ്രസരിപ്പിക്കാനുള്ളൊരു സന്ദേശം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് ഉൾക്കൊള്ളുക, ജീവിച്ചു മുന്നേറുക, ഇതാണ് ഗുരു നമ്മളെ എന്നും ഓർമ്മിപ്പിക്കുന്നത്. ഓരോ പുൽക്കൊടിയിലും ഓരോ വൃക്ഷങ്ങളിലും പക്ഷിമൃഗാദികളിലും നമുക്ക് ആ ഗുരുവിനെ തീർച്ചയായും ദർശിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എങ്ങും നിറഞ്ഞ ഗുരുവിൻ്റെ കരുണയിൽ എല്ലാം തെളിയുകയും വിളങ്ങുകയും ചെയ്യുന്നു എന്ന സങ്കല്പത്തോടു കൂടി മുന്നോട്ട് പോവുക. ഇന്നത്തെ ദിനവും ശുഭമാവട്ടെ.